വീട്ടുജോലിക്കാരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പാക്കുന്ന ഗാർഹിക തൊഴിലാളി സംരക്ഷണ ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ നിയമത്തിലൂടെ എന്തെല്ലാം ഗുണങ്ങളാണ് ഗാർഹിക തൊഴിലാളികൾക്ക് ലഭിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ ഏറ്റവുമധികം തൊഴിൽ ചൂഷണം നേരിടുന്നത് വീട്ടുജോലിക്കാരാണ്. കേരളത്തിലും സ്ഥിതി ഭിന്നമല്ല. കുറഞ്ഞ വേതനവും കൃത്യമായ തൊഴിൽ സമയമില്ലാത്തതും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമൊക്കെ വീട്ടുവേലക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഈ നിയമസഭാ സമ്മേളനത്തിന്റെ പരിഗണനയിലുള്ള ബിൽ നിയമമായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വീട്ടുജോലിക്കാരെ തൊഴിലിന് എത്തിക്കുന്ന ഏജൻസിയോ വ്യക്തിയോ അസോസിയേഷനോ നിയമമനുശാസിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1 വർഷം തടവോ 10,000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ ചുമത്തിയേക്കാം. നിയമത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗാർഹിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രവർത്തനക്ഷമമാകും. എല്ലാ ഏജൻസികളും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ഏജൻസിക്കും വീട്ടുജോലിക്കാരെ നൽകാനാകില്ല. തൊഴിലുടമ നൽകുന്ന മൊത്തം പ്രതിഫലത്തിന്റെ 10% താഴെ മാത്രമേ ഏജൻസി സേവന നിരക്ക് ചുമത്താൻ പാടുള്ളൂ. മാന്യമായ പ്രതിഫലവും വിശ്രമത്തിന് മതിയായ സൗകര്യവും ഒരുക്കണം. ജോലിക്കാർക്ക് തിരിച്ചറിയൽ കാർഡും രജിസ്ട്രേഷൻ നമ്പറും ലഭിക്കും. ജോലി അവസാനിപ്പിക്കുന്നതിന് 7 ദിവസം മുൻപ് തൊഴിലുടമയെ അറിയിക്കണമെന്നും വ്യവസ്ഥയിലുണ്ട്. റിസർച്ച് ഡെസ്ക് 24.